ഇന്ന് ഇപ്പം അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഉച്ചക്ക് ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇട്ട സംഭവം തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ താളിൻ്റെ മറ്റേ ചേമ്പിൻ്റെ തണ്ട് അതും സവോളയും അല്ല സവോളയാണോ ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും നമ്മുടെ മറ്റേ ഇതിനെന്താ പറയുന്ന വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഉണക്കമുളകും ഒക്കെ കൂടെ ഇട്ട് അതിൻ്റെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതിട്ട് ഇതുകൊണ്ട് എന്താണ് വേപ്പില. ഇതുകൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതിനുകൊണ്ട് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇടയ്ക്ക് വെക്കും വീട്ടിൽ. വേറെ പച്ചക്കറിയൊന്നും ചിലപ്പോൾ ഇല്ലാതെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അമ്മ ആ ടൈമിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇപ്പം വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്, വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ലൈവിൽ വരുന്ന ഒരു ചേച്ചി ചോദിച്ചായിരുന്നു ഉണ്ടാക്കി കാണിക്കുമെന്ന്. അപ്പോൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അമ്മ ഇത് വേറെ 3 തരത്തിലുണ്ടാക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള ഓരോ ദിവസവും ഇടയ്ക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ചേമ്പിൻ്റെ തണ്ടാണ്. ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കണതാണ്. ഇത് ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കണ്ടോ അതെ അമ്മ അതിനകത്തേക്ക് ഇട്ട്. അപ്പോൾ അതേ അമ്മ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തോരനായിട്ട് എടുക്കാൻ പറ്റും. തേങ്ങയൊക്കെ ചേർത്തിട്ട് തോരനാക്കും. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടോ അമ്മ? തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലേക്ക് അമ്മ ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ. അപ്പോൾ അത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ. ഇത് റെഡിയാകാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതൊരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ജാറിനകത്ത് തേങ്ങ ജീരകം എല്ലാം കൂടെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് വഴന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ അരപ്പിടുവാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിങ്ങനെ ഇട്ടാൽ മതി. ഇതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് തോരനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടാൽ മാത്രം മതി. നമ്മളിതിനി വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടുകാരെ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അമ്മ ഇടുവാണ്. അപ്പം ഇത് ഇത്രയാണ് നമുക്ക് കഴിക്കാനുള്ള ഇന്നത്തെ രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തോരനായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് മറ്റേ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക.
ട്രൈ ചെയ്യുക. ഇനി ചേമ്പും തണ്ടും കൊണ്ടുള്ള മൂന്നാമത്തെ വിഭവം ഞാൻ ഉണ്ടാക്കാം. പക്ഷെ അത് ഇതിൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കണം. അല്ലാതെ അത് ചേമ്പും തണ്ടും കണ്ട കൂട്ടുകാരെ, അമ്മ അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചേമ്പും തണ്ടും കൊണ്ട് ഉണ്ടാക്കുന്നത്. അമ്മ പറയാണ് ഇതിന് വ്യൂ കുറവാണെങ്കിൽ അടുത്തത് ഇനി ഉണ്ടാക്കത്തില്ലെന്നാണ്. വ്യൂ ഉണ്ടെങ്കിൽ ഇനി അടുത്തത് ഇത് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ടാറ്റ.